ഞാനാ കുക്കർ അടുപ്പി വെച്ചത്. കുക്കറിലെ സ്വർണ്ണക്കടല. ദേശായി കുടുംബത്തിലെ ഇളയ മകനാണ് അർജുൻ. ഇടയ്ക്കിടെ അന്യസംസ്ഥാനങ്ങളിൽ ബിസിനസ് ആവശ്യത്തിന് പോയി വരുന്ന ഭർത്താവാണ്. അല്പം കള്ളത്തരങ്ങളുള്ള കൂർമ്മ ബുദ്ധിക്കാരൻ. ഭാര്യ അമൃത നിഷ്കളങ്കയായ വീട്ടമ്മ. രമ അർജുന്റെ സഹോദര ഭാര്യ. അത്യാഗ്രഹിയും പരദൂഷണപ്രിയയും. രമക്ക് അർജുന്റെ കാര്യത്തിൽ ചെറിയ സംശയങ്ങളുമുണ്ട്. അർജുൻ മുംബൈയിൽ നിന്ന് വന്നിട്ട് അധിക ദിവസമായിട്ടില്ല. അവൻ തന്റെ ബാഗിൽ ഒളിപ്പിച്ചു കടത്തിയ സ്വർണ്ണത്തരികൾ ആരും കാണാതെ ഒരു കടല പാക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അർജുൻ തനിയെ ഈ കടല പാക്കറ്റിൽ ആരും നോക്കില്ല. കുറച്ചു ദിവസം കഴിഞ്ഞ് ഇതൊന്ന് മാറ്റണം. അതുവരെ ഇവിടെ സുരക്ഷിതമായിരിക്കട്ടെ. അർജുൻ കടല പാക്കറ്റ് അലമാരിലെ ഷെൽഫിൽ വെച്ച് പുറത്തേക്ക് പോകുന്നു. അടുക്കള. അല്പസമയത്തിന് ശേഷം അമൃത ചായക്കൊപ്പം എന്തെങ്കിലും ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് വരുന്നു. ഇതിനിടയിൽ റൂമിലേക്ക് പോയ അമൃത ഷെൽഫിലിരിക്കുന്ന കടല പാക്കറ്റ് കാണുന്നു. അമൃത തനിയെ, ഓ കടലയിലെപ്പുണ്ടല്ലോ, ഇന്ന് കറിയാക്കി ചായക്ക് ഇത് കൊടുക്കാം. കുറച്ചു നേരം വെള്ളത്തിലിരിക്കട്ടെ. സന്ധ്യ ആ കടലയെടുത്ത് കഴുകി കുക്കറിലാക്കി വെക്കുന്നു. എന്നാൽ അർജുൻ കടലയുടെ രൂപത്തിൽ കോട്ടിംഗ് ചെയ്താണ് ഒളിപ്പിച്ചതെന്ന് ആ പാവം അറിഞ്ഞിരുന്നില്ല. രമയുടെ രംഗപ്രവേശം. അർജുന്റെ സഹോദര ഭാര്യ രമ അടുക്കളയിലേക്ക് വരുന്നു. അവൾ അർജുൻ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നൊരു സംശയം നേരത്തെ ഉണ്ടായിരുന്നു. അമൃത രമയോട്, കടല കുക്കറിൽ ഇട്ടിരിക്കുകയാണ്, ഒന്ന് മൂടി വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാമോ, ഞാൻ അലക്കിയിട്ട് വരാം. അമൃത പുറത്തേക്ക് പോയ സമയം നോക്കി രമ കുക്കർ നോക്കുന്നു. കുക്കറിലെ വെള്ളത്തിൽ എന്തോ തിളങ്ങുന്നത് രമയുടെ കണ്ണിൽ പെടുന്നു. വെള്ളത്തിലിട്ട് അരമണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് കടലയുടെ തോട് പകുതി ഇളകിയപ്പോൾ ഉള്ളിലെ സ്വർണം പുറത്തു വന്നിരിക്കുന്നു. രമ ഞെട്ടലോടെ, ഇതെന്താ ദൈവമേ, സ്വർണമോ? അപ്പോൾ അർജുൻ സ്വർണം കടത്തിയത് ഇങ്ങനെയാണല്ലേ? ഈ വിഡ്ഢി അമൃത ഇതൊന്നും അറിയാതെ അടുപ്പത്ത് വെച്ചതാകും. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇത് മാറ്റണം. രമ പെട്ടെന്ന് ഒരു അരിപ്പയെടുത്ത് കടല മുഴുവൻ ഊറ്റിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കുക്കർ മൂടി ഓൺ ചെയ്ത് അല്പം വെള്ളം മാത്രം ബാക്കിയാക്കി പഴയപടി അടുപ്പത്ത് വെക്കുന്നു. ശേഷം തന്റെ മുറിയിലേക്ക് കടന്നു കളയുന്നു. അർജുൻ തിരികെ വരുന്നു. ഷെൽഫ് തുറന്നു നോക്കുന്നു. കടല പാക്കറ്റ് കാണുന്നില്ല. പെട്ടെന്ന് അമൃത അങ്ങോട്ട് കടന്നു വരുന്നു. അർജുൻ, ഇവിടെ ഇരുന്ന കടല പാക്കറ്റ് എവിടെ? അമൃത, അത് കുക്കറിലിട്ടല്ലോ. അടുക്കളയിൽ നിന്ന് കുക്കറിന്റെ വിസിൽ കേൾക്കുമ്പോൾ അവൻ ഞെട്ടുന്നു. ഓടിച്ചെന്ന് നോക്കുമ്പോൾ കുക്കർ അടുപ്പത്താണ്. തുറന്നു നോക്കിയപ്പോൾ കടലില്ല, വെറും വെള്ളം മാത്രം. ചതി പറ്റിയിരിക്കുന്നു. ശേഷം ഞാനാ കുക്കർ അടുപ്പി വെച്ചത്. കുക്കറിലുണ്ടായിരുന്ന കടല എവിടെ പോയി? എവിടെ പോയി? അതെനിക്കറിയില്ല. നുണ പറയവൾ. അമ്മ ഇതിൽ ഇടപെടരുത്. എനിക്കറിയണം, കടലില്ലാതെയാണ് ഇവിടെ കുക്കർ വെച്ചത്. അങ്ങനെയെങ്കിൽ അത് മാറ്റേണ്ട കാര്യം എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ കടലിട്ട കുക്കറി വെച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എങ്കിൽ അത് എവിടെ പോയി? അതെനിക്കറിയില്ല.